ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണം. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആവശ്യം 1934 ആദ്യം ഉയർത്തിയ ഇന്ത്യക്കാരൻ. എ. മോത്തിലാൽ നെഹ്റു, ബി. ജവഹർലാൽ നെഹ്റു, സി. എം.എൻ. റോയ്. ആൻസർ സി. എം.എൻ. റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? എ. 1934 ലക്നൗ സമ്മേളനം, ബി. 1934 ബോംബെ സമ്മേളനം, സി. 1939 ത്രിപുര സമ്മേളനം. ആൻസർ എ. 1936 ലക്നൗ സമ്മേളനം. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി. എ. ലിൻലിത്ഗോ, ബി. മൗണ്ട് ബാറ്റൻ, സി. ചെംസ്ഫോർഡ്. ആൻസർ എ. ലിൻലിത്ഗോ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത്. എ. ക്രിപ്സ് മിഷൻ, ബി. മൗണ്ട് ബാറ്റൻ പ്ലാൻ, സി. ക്യാബിനറ്റ് മിഷൻ. ആൻസർ സി. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ്? എ. 1947 ഏപ്രിൽ 3, ബി. 1946 മാർച്ച് 24, സി. 1946 മാർച്ച് 21. ആൻസർ ബി. 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ്റെ തലവനാരായിരുന്നു? എ. പെറ്റിക് ലോറൻസ്, ബി. ക്ലെമന്റ് അറ്റ്ലി, സി. സ്റ്റാഫോർഡ് ക്രിപ്സ്. ആൻസർ എ. പെറ്റിക് ലോറൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ആര്? എ. സ്റ്റാഫോർഡ് ക്രിപ്സ്, ബി. എ. വി. അലക്സാണ്ടർ, സി. ക്ലെമന്റ് അറ്റ്ലി. ആൻസർ സി. ക്ലെമന്റ് അറ്റ്ലി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരായിരുന്നു? എ. 296, ബി. 389, സി. 326. ആൻസർ ബി. 389. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആകെ അംഗങ്ങൾ എത്ര പേരായിരുന്നു? എ. 292, ബി. 93, സി. 389. ആൻസർ ബി. 93. ആകെയുള്ള 389 അംഗങ്ങളിൽ 292 പേർ വിവിധ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 4 പേർ ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ നിന്നും 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. എ. 1946 ഡിസംബർ 6, ബി. 1946 ഡിസംബർ 9, സി. 1946 ഡിസംബർ 13. ആൻസർ എ. 1946 ഡിസംബർ 6. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത്? എ. 1946 ഡിസംബർ 11, ബി. 1946 ഡിസംബർ 9, സി. 1946 ഡിസംബർ 6. ആൻസർ ബി. 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. 1946 ഡിസംബർ 9 നടന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? എ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി. സച്ചിദാനന്ദ സിൻഹ, സി. ജെ. ബി. കൃപലാനി. ആൻസർ സി. ജെ. ബി. കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത്? എ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി. സച്ചിദാനന്ദ സിൻഹ, സി. ജെ. ബി. കൃപലാനി. ആൻസർ ബി. സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ഉപാധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരെയാണ് നിർദ്ദേശിച്ചത്? എ. എച്ച്. സി. മുഖർജി, ബി. ഫ്രാങ്ക് ആൻ്റണി, സി. എച്ച്. പി. മോദി. ആൻസർ ബി. ഫ്രാങ്ക് ആൻ്റണി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി. ജെ. ബി. കൃപലാനി. ആൻസർ ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി. ജെ. ബി. കൃപലാനി. ആൻസർ എ. ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 1946 ഡിസംബർ 13
ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി പാസ്സാക്കിയത് എന്ന്? എ 1947 ജനുവരി 26, ബി 1946 ജനുവരി 24, സി 1947 ജനുവരി 22. ആൻസർ സി 1947 ജനുവരി 22. ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. അത്തരം കമ്മിറ്റികളെക്കുറിച്ചും അതിൻ്റെ അധ്യക്ഷന്മാരെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.